കർത്താവിന്റെ അതിപരിശുദ്ധ നാമം രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകലിൽ കർത്താവ് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയല്ലോ. ഇന്ന് പകൽ ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് അല്പം വൈകിയാണ് ആ ലൈവിലേക്ക് വരുവാനായിട്ട് സാധിച്ചത്. എങ്കിലും ഇന്ന് രാത്രി അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം തക്കവണ്ണം ഇടയായി തീരുന്നത് വളരെ സന്തോഷത്തിനും അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരുമല്ലോ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ ഓരോരുത്തരുമായി നേടുത്ത് ഞങ്ങൾ സഞ്ചരിച്ച പാതയിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയായി തീർന്നു. അതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, ഞങ്ങളുടെ തലമുറകൾ എല്ലാവരും ആയിരുന്നിട്ട് ഞങ്ങൾ സൂക്ഷിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. പാടുവാൻ കൃപ നൽകിയാൽ ഇന്ന് രാത്രി അങ്ങയുടെ വചനം അവിടുന്ന് ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. പുനരാമം മഹിമപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ആഗ്രഹിക്കുന്ന ആത്മാക്കളോട് ഇന്ന് രാത്രി ഞങ്ങളുടെ വചനത്തിലൂടെ അങ്ങ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനമുണ്ട് അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ പരിശുദ്ധാത്മാവാം ദൈവം കൂടെ ഇരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ അക്കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖം ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകളിൽ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകളിൽ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമിന്നി. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമിന്നി. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖം ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖം ഹൃദയത്തിനാനന്ദമേ. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോ
സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപാരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപാരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേനും നിൻമുഖമിൻ ഹൃദയത്തിൽ ആനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും ഹൃദയം. മാധുര്യമാ നിൻമൊഴി തണുപ്പിക്കുന്ന ഹൃദയം. ആരാധ്യൻ യേശുപാരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പകർച്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ഇന്ന് രാത്രി പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വരും ദിവസങ്ങളിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അതിന്റെ 8-ാം വാക്യം ആണ് നാം വായിക്കുന്നത്. ആമേൻ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും എന്താണ് ചിന്തിക്കേണ്ടത്? ആമേൻ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഹല്ലേലൂയ, ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ന്യായമായും എന്താകുന്നുവെന്ന് സത്യ വേദ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് ആമേൻ ദൈവസഭയിലെ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഇടപെടുകയാണ്. നിങ്ങളുടെ മനസ്സ് ഹല്ലേലൂയ നിയന്ത്രിക്കുക. നിങ്ങളുടെ മനസ്സ് ആമേൻ അതെ ദൈവ വചനത്തിന്റെ ആഴങ്ങൾ ചിന്തിക്കത്തക്ക വിധത്തിലുള്ള നിലവാരത്തിലേക്ക് നയിപ്പാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആകുലതകൾ വെടിഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവർത്തി വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അനുകൂലമായി ചലിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് എങ്ങനെ ഏത് നിലയിൽ എപ്രകാരം ഭാവിയെ കുറിച്ച് ചിന്തിച്ച് അന്തവും കാണുവാൻ കഴിയാതെ നിരാശപ്പെട്ട് ആകുലതപ്പെട്ട് കണ്ണുനീരിലും ദുഃഖവും പേറി കഴിയുന്ന അനേകര് നമുക്ക് ചുറ്റുപാടുമുള്ളപ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഹല്ലേലൂയ ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. പലരും ആമേൻ ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കുവാൻ ചിന്തിച്ച് പലരും ആമേൻ അരുതാത്തത് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ന്യായമായത് ചെയ്യാതെ അനീതിയായത് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതെ പലരും ദുഃഖിതരും നിരാശരും കണ്ണുനീരിലും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ അവസാനമായി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ അതേ ജനത്തോട് ഇങ്ങനെ പറയുന്നത്, സഹോദരന്മാരെ ഹല്ലേലൂയ നിങ്ങൾ ആമേൻ അതേ സത്യമായത് ഹല്ലേലൂയ ഏതൊരു കാര്യത്തിലും സത്യമായതിനെ ഉൾക്കൊള്ളുവാൻ, അതിനെ പിൻപറ്റുവാൻ, അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ കാര്യങ്ങൾ
സത്യസന്ധമാണ്. ഹല്ലേലൂയ. കാര്യങ്ങൾ അത് നീതിയുക്തമാണ്. ഹല്ലേലൂയ. അത് ശുദ്ധമായത്. ഹല്ലേലൂയ. ആമേൻ. ശുദ്ധമായ കാര്യങ്ങൾ മനോഹരമാണ്. ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? ആമേൻ. ഹല്ലേലൂയ. അത് കണ്ടെത്തി ഹല്ലേലൂയ അതിനെ പിൻപറ്റുവാൻ ഹല്ലേലൂയ ആര് സമർപ്പിക്കപ്പെടുമോ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ പ്രശംസയുണ്ടാകും, അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും, അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും. ഹല്ലേലൂയ. ഇവയെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുക, അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ന്യായമായത് ചിന്തിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. നമ്മുടെ മനസ്സും ചിന്തകളും ആമേൻ ആത്മീയ ജീവിതത്തിൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അത് 8ാം വാക്യത്തിൽ ഇങ്ങനല്ലേ നാം വായിച്ചത്? ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഹല്ലേലൂയ അതെ ന്യായമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും അതിൽ രമ്യമായതൊക്കെയും ആമേൻ സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. സകലവിധ ദോഷവും വിട്ടകലുവിൻ. ആമേൻ. അതെ, നാം ന്യായമായി ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ആമേൻ മറുപടി നൽകുവാൻ നാം ആരാധിക്കുന്ന ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എന്നാൽ ഒരു ദൈവ പൈതൽ സകലവിധ ദോഷവും വിട്ട അകലുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും ഹല്ലേലൂയ സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും ഹല്ലേലൂയ അഭിമാനം തോന്നണം എന്നും നിങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന കർത്താവ് പറയുന്നത്. ഇന്ന് രാത്രി അധ്വാന ഭാരത്താൽ വലയുന്ന നിരാശപ്പെട്ട് കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ ഈ സന്ദേശം ശ്രവിക്കുന്നെങ്കിൽ സഹോദര ഹല്ലേലൂയ സകലവിധ ദോഷവും വിട്ടകന്നുകൊണ്ട് ഹല്ലേലൂയ ആമേൻ സ്വന്തം ആമേൻ അത് കൈകൊണ്ട് ഹല്ലേലൂയ വേല ചെയ്യുവാൻ അഭിമാനം തോന്നണം. ഹല്ലേലൂയ ആമേൻ അതെ അടങ്ങി പാർക്കണം. ഹല്ലേലൂയ സ്വന്തം കാര്യം നോക്കണം. ഹല്ലേലൂയ ആമേൻ. അപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഹല്ലേലൂയ. നന്മ ചെയ്യുക ആമേൻ ഇല്ല, ഒരുത്തൻ പോലും ഇല്ല. ആമേൻ. ചുറ്റുപാട് നോക്കിയ അതെ ലോക രാജ്യങ്ങളിലേക്ക് നോക്കിയ ആമേൻ എന്താ നന്മ? ഹല്ലേലൂയ. വെട്ടിപ്പിടിച്ച് ആമേൻ സ്വരൂപിക്കുന്നതാണോ നന്മ? ആമേൻ. അനീതി ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന കൂലി കൊണ്ട് മണിസൗധങ്ങൾ പണിതുണ്ടാക്കി ഞാൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിരിക്കുന്നതാണോ? അല്ല. ഹല്ലേലൂയ. ന്യായമായി ഹല്ലേലൂയ ആമേൻ ന്യായമായി നീതിയായി ഹല്ലേലൂയ പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. ഹല്ലേലൂയ ആമേൻ. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായിട്ട് എന്ത് ചെയ്യുക? നടക്കുക. പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്ന ആ കൂട്ടര് മര്യാദ കെട്ട് നടക്കുന്നത് കൊണ്ട് ആത്മാവിൽ അഭിഷേകത്തിന്റെ നിറവോടെ അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോ പറയുക, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ആമേൻ. ഹല്ലേലൂയ. നോക്കണമേ ആമേൻ. പകൽ സമയത്ത് എന്ന പോലെ ആമേൻ നാം മര്യാദയായി നടക്കണം. ഹല്ലേലൂയ. എങ്ങനെയാ മര്യാദ അല്ലാതെ നടക്കുന്നത്? വെറിക്കൂത്തുകളിൽ. ഹല്ലേലൂയ ആമേൻ. ഇന്ന് പകലിലും പലരും വെറിക്കൂത്തുകളിൽ ന്യായരഹിതമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമയം ചെലവഴിച്ചവരുണ്ട്. ഹല്ലേലൂയ. മദ്യപാനങ്ങളിലുമല്ല. ആമേൻ. ഈ ലോകത്തിലായിരിക്കുന്ന അനേകര് ഇന്നും മദ്യപാനത്തിന് വേണ്ടി സമയവും ആമേൻ ഹല്ലേലൂയ സമ്പാദിച്ച സമ്പാദ്യവും എല്ലാം ചെലവഴിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സത്യവേദ പുസ്തകം പറയുന്നു, മദ്യപാനങ്ങളിലുമല്ല, ആമേൻ, ശയന മോഹങ്ങളിലുമല്ല. ആമേൻ. ശയിക്കുവാൻ വേണ്ടി മോഹപ്രകാരം പലരും ആമേൻ അതേ ലോകത്തിലേക്ക് ഇറങ്ങി തെറ്റായ രീതിയിൽ അങ്ങനെ ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ. അങ്ങനെ അനേകര് തെറ്റിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാ, അനേകര് നശിച്ചുകൊണ്ടിരിക്കുകയാ. ദുഷ്കാമങ്ങളിലും ഹല്ലേലൂയ ആമേൻ
ആമേൻ നേരായ രീതിയിലല്ലാതെ തെറ്റായ രീതിയിൽ ആമേൻ അതേ ആ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അനേകരെ പാപം ചെയ്ത് നശിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. പിണക്കത്തിലും അസൂയിലുമല്ല അനേകർ പിണങ്ങിയിരിക്കുകയാ, അനേകർ അസൂയപ്പെട്ടിരിക്കുകയാ. ഉയർച്ച കാണുമ്പോൾ അസൂയപ്പെടുന്നവരുണ്ട്. ആമേൻ ഒരുവൻ ഉയരുന്നത് കാണുമ്പോൾ പിണങ്ങുന്നവരുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സകല ദോഷവും വിട്ടകലുവിൻ. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർക്കുവാനും സ്വന്തം കാര്യം നോക്കാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസ ഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. ഹല്ലേലൂയ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? ആമേൻ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, ഹല്ലേലൂയ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ടക്കാർ, ഹല്ലേലൂയ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവ് താൻ ആമേൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ സഭയാം കാന്ത ഇവിടെ നിന്ന് എടുത്തു കൊള്ളപ്പെടുമെന്ന് സത്യ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. കാരണം ആമേൻ ദൈവം ആമേൻ തന്റെ മക്കളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്രയും വേഗത്തിൽ ആ വേടി കഴിക്കുവാൻ കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. കറ ചുടക്കം വാട്ടമില്ലാത്ത നിർമ്മല കന്യകയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി ഹല്ലേലൂയ, അത് വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസ ഭോജന പ്രിയരുടെ ഇടയിലും എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. ഹല്ലേലൂയ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം എന്ത് ചെയ്യത്തില്ല? അവകാശമാക്കുകയില്ല. ആമേൻ. നിനക്ക് ലഭിച്ച സാഹചര്യം, നിനക്ക് ലഭിച്ച ജോലി, നിനക്ക് ലഭിച്ച പദവി, അവിടെ നീ വിശ്വസ്തനായിരിക്കണം. അവിടെ നീ അന്യായം ചെയ്യരുത്. അങ്ങനെ അന്യായം ചെയ്യുന്ന ഒരു വിശ്വാസിയായി, ഒരു ദൈവവൈതലായി, ഒരു ശിഷ്യനായി ഇവിടെ ജീവിക്കുവാൻ നീ തയ്യാറായ ദൈവരാജ്യം നീ അവകാശമാക്കുകയില്ല എന്ന് അറിയണം. അറിയുന്നില്ലയോ? ആമേൻ. നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്? വഞ്ചിക്കാതിരിക്കും. പലരും സ്വയം വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാ. സ്നേഹിത, കൂടപ്പറപ്പേ, കുഞ്ഞെ, നീ വഞ്ചിതനാകാതിരിക്കും. ഹല്ലേലൂയ. കാരണം ദുർനടപ്പുക എവിടെ നോക്കിയാലും ദുർനടപ്പ. ഹല്ലേലൂയ. വിഗ്രഹാരാധികൾ, ഹല്ലേലൂയ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, ഹല്ലേലൂയ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവർ, ഹല്ലേലൂയ, വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസ ഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കാതെ, ഹല്ലേലൂയ, അന്യായം ചെയ്യാതെ, സകലവിധ ദോഷവും വിട്ടകന്ന്, ഹല്ലേലൂയ, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കണം. ഹല്ലേലൂയ. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും പിണക്കത്തിലും അസൂയയിലും ആമേൻ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകാതെ. ഹല്ലേലൂയ. ആമേൻ. അതെ, നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ ആമേൻ സത്യത്തിന് വിരോധമായി ആമേൻ പ്രശംസിക്കുകയും ഭോഷ്കു പറയുന്നത്. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ആമേൻ ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷു പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. വലിയ ഒരളവ് വരെ അവ നമ്മുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും. ഹല്ലേലൂയ. വിശ്വാസികൾക്ക് എപ്പോഴും പുതുക്കം പ്രാപിച്ച മനസ്സുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവ
ജീവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. അതെ ദൈവമക്കളെ, നമുക്ക് ജ്ഞാനമുണ്ട്, നമുക്ക് കഴിവുണ്ട്, നമുക്ക് പദവിയുണ്ട്, നമുക്ക് സ്ഥാനമാനങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും നാം ഈ ലോകത്തിൽ അനുരൂപമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതേ കുഞ്ഞിന്റെ വിഷയത്തിലാകട്ടെ, കുടുംബത്തില് മറ്റേതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിലാകട്ടെ, നാം ഈ ലോകത്തിന് അനുരൂപം ആകരുത്, ഈ ലോകക്കാരെ പോലെ ആകരുത്. ഹല്ലേലൂയ. ആമേൻ. ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഓരോ ദിവസവും മനസ്സ് പുതുക്കി ജീവിക്കുവാൻ, രൂപാന്തരപ്പെടുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അവർ സ്വർഗീയ കാര്യങ്ങളിൽ തങ്ങളുടെ ചിന്തകളെ എന്ത് ചെയ്യണം? കേന്ദ്രീകരിക്കണം. എന്ത് ചെയ്താലും, ഹല്ലേലൂയ, എന്ത് നടത്തിയാലും, ഹല്ലേലൂയ, നമ്മളുമായി ബന്ധപ്പെടുന്ന സകല മേഖലകളിലും സ്വർഗീയ കാര്യങ്ങൾ, ആമേൻ, തങ്ങളുടെ ചിന്തകളെ കേന്ദ്രീകരിക്കണം. പൗലോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. പ്രിയമുള്ളവരെ, ആമേൻ, ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ച്, ആമേൻ, നശ്വരമാകുന്ന ലോകത്ത്, മായയാകുന്ന ലോകത്ത് എന്ത് നാം നേടിയാലും അതൊന്നും, ഹല്ലേലൂയ, നാം ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുവാൻ സാധിക്കുന്നതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഈ ലോക ജീവിതത്തിൽ ക്ഷണിക കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ, ഇവിടെ നിന്ന് നാം ഉയരത്തിലേക്ക് പോകുമ്പോൾ, അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കേണ്ടതിന് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉയരത്തിൽ നിന്ന് പ്രാപിച്ച് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതുകൊണ്ടാണ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിനെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഓർപ്പിക്കുന്നത്. ദൈവവചനത്തിലെ വസ്തുതകൾ പ്രകാരം, ഹല്ലേലൂയ, ആമേൻ, അവർ തങ്ങളുടെ ചിന്തകളെ എന്ത് ചെയ്യണം? കേന്ദ്രീകരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ 1:1-2 ഇങ്ങനെ എഴുതിയത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. കാരണം ദുഷ്ടന്മാരുള്ളത് ഈ ലോകത്താണ്. ആമേൻ. ഇവിടെ ഈ ദുഷ്ടന്മാരുടെ കൂടെ നടന്ന് ചിന്തിച്ച്, ഹല്ലേലൂയ, ആ നിത്യമായ സ്വർഗം നിനക്ക് നഷ്ടപ്പെടുവാൻ ഇടയാകരുത്. ആമേൻ. പാപികളുടെ വഴിയിൽ നീന്തിയിരുന്ന് നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, ഹല്ലേലൂയ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഈ ഭാഗ്യകരമായ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നീ ദുഷ്ടന്റെ കൂടെയോ, നീ പാപിയുടെ കൂടെയോ, നീ പരിഹാസികളുടെ കൂടെയോ സമയം ചെലവഴിച്ച, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ലോകപരമായ വസ്തുതകൾ, തിന്മ നിറഞ്ഞ വസ്തുക്കൾ, ഹല്ലേലൂയ, എല്ലാം നമ്മുടെ പാപം, ആമേൻ, അത് പ്രകൃതത്തിന് താല്പര്യമുള്ളവയാണ്. ഹല്ലേലൂയ. നമ്മളിൽ പാപമുളവായി, ഹല്ലേലൂയ, അതേ മോഹം ഗർഭം ധരിച്ച്, ഹല്ലേലൂയ, അതേ പാപത്തിന്റെ ആമേൻ ഫലം മരണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ അന്യപ്പെട്ടു പോകുവാൻ, തകർന്നു പോകുവാൻ ഇടയാകാതെ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനം, അതെ, ഭാവിയുടെ കൂടെ, പരിഹാസികളുടെ കൂടെ, ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ കൂടെ സമയം ചെലവഴിക്കാതെ ലഭിക്കുന്ന സമയം ദൈവവചനം ധ്യാനിപ്പാൻ, ദൈവവചനം പഠിപ്പാൻ, ദൈവവചനം കേൾക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നീ ഭാഗ്യവാനാകും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5:16-17 ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. പലരും ദൈവമക്കളെ ഈ ലോകത്തിൽ ദുഷ്ടന്മാരുടെ ഇഷ്ടത്തിനാ ജീവിക്കുന്നേ, ദുഷ്ടന്മാരുടെ കൂടെയാ സമയം ചെലവഴിക്കുന്നേ, ഭാവിയുടെ കൂടെയാ, പരിഹാസികളുടെ കൂടെയാ. എന്നാൽ ദൈവവചനം പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം എന്ത് ചെയ്യത്തില്ല? നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും, അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ദൈവമക്കളെ, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ആ നിലയിൽ ഉയർന്നു വരുവാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ജഡത്തെ എന്ത് ചെയ്യണം? അതെ, മരിപ്പിക്കണം. ഹല്ലേലൂയ. അതെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ തയ്യാറാകണം. ആത്മാവിനാൽ എഴുതിയ വചനം നിങ്ങൾ അനുസരിക്കുമ്പോഴാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കൊണ്ടുമിടയാകുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളിൽ നമ്മുടെ ചിന്തകൾ ആയിരുന്നാൽ ഹല്ലേലൂയ അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഒരു പക്ഷേ നമ്മെ കീഴടക്കിയേക്കാം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും ആമേൻ പരമാർത്ഥവും വിശുദ്ധവും ആമേൻ നല്ലതുമായ കാര്യങ്ങളിൽ ആണെങ്കിൽ ഹല്ലേലൂയ പാപത്തിന്റെ ഇച്ഛകളെ നിരസിക്കുവാനും അവയെ കീഴ്പ്പെടുത്തുവാനും നമുക്ക് എന്ത് ചെയ്യും കഴിയും. പലർക്കും അത് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾ എപ്പോഴും പരമാർത്ഥവും ഹല്ലേലൂയ വിശുദ്ധവും നല്ലതുമായ കാര്യങ്ങളിൽ ആകാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ ആണെങ്കിൽ അതെ നമ്മുടെ ചിന്തകൾ പരമാർത്ഥമായി അതെ വിശുദ്ധവും നല്ലതുമായ കാര്യങ്ങളിൽ ആണെങ്കിൽ ഹല്ലേലൂയ പാപത്തിന്റെ ഇച്ഛകളെ നിരസിക്കുവാനും അവയെ കീഴ്പ്പെടുത്തുവാനും നമുക്ക് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാം ഹല്ലേലൂയ എന്ത് വായിക്കുന്നു, ഹല്ലേലൂയ എന്ത് കാണുന്നു, ഹല്ലേലൂയ ഏത് തരത്തിലുള്ള സന്ദേശം കേൾക്കുന്നു, സംഗീതം കേൾക്കുന്നു, ഹല്ലേലൂയ അത് നമ്മുടെ ചിന്തകൾ ആമേൻ നമ്മെ എവിടെയൊക്കെയോ കൊണ്ടുപോകുവാൻ അതെ അനുവദിക്കുന്നു എന്നീ കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. ഹല്ലേലൂയ. TV തുറന്ന് കാണുമ്പോൾ അത് ഇന്റർനെറ്റ് തുറന്ന് കാണുമ്പോൾ മൊബൈൽ തുറന്ന് കാണുമ്പോൾ അല്ല നീ സമൂഹത്തിൽ കാണുമ്പോൾ ആ കാണുന്നതിന് പുറകെ ഇറങ്ങി പുറപ്പെട്ട് അതിനെ സ്വന്തമാക്കുവാൻ അതിനെ സ്വീകരിക്കുവാൻ അതുമായി സമയം ചെലവഴിക്കുവാൻ തയ്യാറാകുമ്പോൾ നാം അവരിൽ ഒരാളായി എന്ത് ചെയ്യാണ് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് നാം എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, ഏത് തരത്തിലുള്ള സന്ദേശം കേൾക്കുന്നു, സംഗീതം കേൾക്കുന്നു, ഹല്ലേലൂയ അതിന്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾ നമ്മെ എവിടെയൊക്കെയോ കൊണ്ടുപോകുവാൻ എന്ത് ചെയ്യുന്നു തയ്യാറാകും. പ്രിയമുള്ളവരെ, സത്യ വേദ പുസ്തകത്തിന്റെ ചിന്തകൾ ആര് ചിന്തിച്ചിട്ടുണ്ടോ, ആര് ധ്യാനിച്ചിട്ടുണ്ടോ അവരെല്ലാം ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്, അവരെല്ലാം നന്മ പ്രാപിച്ചിട്ടുണ്ട്, അവരെല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, അവരെല്ലാം വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ആരും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സുകൾ നാം നിറയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ക്രിസ്തുവിന് യോഗ്യമല്ലാതായി മാറും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തവരായി മാറ്റപ്പെടും. എന്നാൽ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ഈ അറിവില്ലാത്തവർ അതേ ശരീരത്തെ നശിപ്പിക്കൊണ്ട് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ നൽകിയ ഒരു പ്രധാന ആമേൻ സ്വത്താണ് മനസ്സ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മനസ്സ് ഹല്ലേലൂയ വചനത്തിന്റെ ചിന്തകളാൽ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ എപ്പോഴും പരമാർത്ഥവും വിശുദ്ധവും നല്ലതുമായ കാര്യങ്ങളായിരിക്കണം. ഹല്ലേലൂയ. ദൈവിക അഭിവൃദ്ധി ആകസ്മികമായി സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് കാര്യക്ഷമമായും ഹല്ലേലൂയ അത് ഫലപ്രദമായും ഉപയോഗിച്ചാണ് വരുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മനസ്സിനൊപ്പം അഭിവൃദ്ധി പ്രാപിക്കുവാൻ നിങ്ങൾ നല്ല സൽഗുണവും പ്രശംസനീയവുമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം എന്ത് ചെയ്യേണ്ടതുണ്ട്? ചിന്തിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവ വചനം ധ്യാനിക്കുകയോ അത് ചിന്തിക്കുകയും ചെയ്താൽ അത് നിന്നെ ഉയർത്തും. വാർദ്ധക്യം നരമുള്ള കാലത്ത് നിങ്ങളെ ചുമക്കും. ഹല്ലേലൂയ. ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ നിങ്ങളെ പോറ്റും. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമേൻ നല്ല സദ്ഗുണവും പ്രശംസനീയവുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹല്ലേലൂയ. അവ സത്യവും ഹല്ലേലൂയ സത്യസന്ധവും ആമേൻ നീതിയും ആമേൻ ശുദ്ധവും മനോഹരവും നല്ല ആമേൻ അതേ റിപ്പോർട്ടുമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നല്ല സന്ദേശങ്ങൾ അടങ്ങിയ ഹല്ലേലൂയ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഈ ദൈവിക സദ്ഗുണങ്ങൾ നമ്മുടെ മനസ്സിനെ നയിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അത് നിങ്ങളെല്ലായ്പ്പോഴും ഹല്ലേലൂയ വ്യക്തിപരമായി ദൈവിക അഭിവൃദ്ധി പ്രാപിക്കുവാനും അത് ആസ്വദിക്കുവാനും കൊണ്ടുമിടയായി. ഹല്ലേലൂയ. അത് നമ്മുടെ കുടുംബമാകട്ടെ, സഭയാകട്ടെ, സമൂഹമാകട്ടെ, രാഷ്ട്രീയ
രാഷ്ട്രമാകട്ടെ എന്നിവയിലേക്ക് വ്യാപിക്കുവാനും ഹല്ലേലൂയ കുടുംബം അനുഗ്രഹിക്കപ്പെടും, സഭ അനുഗ്രഹിക്കപ്പെടും, സമൂഹം അനുഗ്രഹിക്കപ്പെടും, രാഷ്ട്രം അനുഗ്രഹിക്കപ്പെടും. രാഷ്ട്രം ഉയർച്ച പ്രാപിക്കും, സമൂഹം ഉയർച്ച പ്രാപിക്കും, സഭ ഉയർച്ച പ്രാപിക്കും, കുടുംബം ഉയർച്ച പ്രാപിക്കും, വ്യക്തിപരമായി ഓരോരുത്തരും ഉയർച്ച പ്രാപിക്കും. അതുകൊണ്ട് ദൈവത്തിന് സ്തുതി, ആമേൻ. അതെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. ഹല്ലേലൂയ. ഉൽപാദനക്ഷമം അല്ലാത്ത ചിന്തകൾക്ക് ആമേൻ ഇടം നൽകുകയും ആമേൻ ഹല്ലേലൂയ അങ്ങനെ പിശാചിന് ഹല്ലേലൂയ ആമേൻ നമ്മളിൽ പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ടാകേണ്ടതിന് അവിടെവിടങ്ങളിൽ കെണിയൊരുക്കി വെച്ച് അതിനകത്ത് തള്ളിയിട്ട് തകർക്കുവാൻ ദുഷ്ട പിശാച് ആമേൻ കൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അതെ ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ വിധേയപ്പെടുത്തണം, നമ്മെ തന്നെ ആഴമായി സമർപ്പിക്കണം. ഹല്ലേലൂയ. അതെ, കാരണം നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ നിർവചിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മനസ്സിനെ മുറുകെ പിടിക്കുകയും ഉൽപാദനക്ഷമമല്ലാത്ത ചിന്തകൾക്ക് ഇട നൽകാതെ ഹല്ലേലൂയ ചെയ്യാതിരിക്കേണ്ട ആമേൻ അതിനുവേണ്ടി നമ്മളെ ആഴമായി സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമയം. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും ദൈവഹിതമല്ലാത്ത ചിന്തകൾ, ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ എന്നിൽ ആമേൻ വെളിപ്പെടുവാനിടയാകാതെ ഉയരത്തിലെ ചിന്തകളാൽ, ഉയരത്തിലെ വചനത്താൽ ഇന്ന് രാത്രി ഹൃദയത്തെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 23:7 വായിക്കുമ്പോൾ അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു, തിന്നു കുടിച്ചുകൊള്ളുക ആമേൻ എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. ഹല്ലേലൂയ. തീരുമാനമെടുക്കാനുള്ള സ്ഥലം മനസ്സാണെന്ന് എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. ഓർമ്മിക്കുക, തീരുമാനമെടുക്കുന്നത് ആമേൻ അത് എടുക്കുവാനുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ഹല്ലേലൂയ. അതിനാൽ നിങ്ങളുടെ മനസ്സ് ദൈവ വചനത്തിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യവും ഹല്ലേലൂയ സത്യസന്ധവും ആമേൻ നീതിയും ശുദ്ധവും മനോഹരവുമായ ചിന്തകളും ഹല്ലേലൂയ ആമേൻ സൃഷ്ടികൾ ആമേൻ പ്പെടുകയും ചെയ്യത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാനും ആനന്ദത്തിലേക്ക് നയിപ്പാനും സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും തക്കവണ്ണം ഇടയായി തീരും. അപ്രകാരം അതിൽ മുമ്പോട്ട് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. തീരുമാനങ്ങൾ മികച്ചതാണെങ്കിൽ ആമേൻ നിങ്ങൾക്ക് നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അത് മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളും പെരുമാറ്റവും ശരിയായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തീരുമാനങ്ങൾ മികച്ചതായത് ആമേൻ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്ക് നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ ശക്തീകരിക്കുന്ന രാത്രിയാ, ചിലരെ ബലപ്പെടുത്തുന്ന രാത്രിയാ. ഹല്ലേലൂയ. അന്തിമ ഉൽപ്പന്നം ഹല്ലേലൂയ നിരന്തരമായ വിജയം. ഹല്ലേലൂയ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഹല്ലേലൂയ ഉയർന്നു വരത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവാ ദൈവം ഇന്ന് രാത്രി ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന അനേകം ജീവിതങ്ങൾക്ക് ഹല്ലേലൂയ ഒരു നല്ല ഫലമുളവാക്കുന്ന ആ സദ്ഗുണവും പ്രശസ്തനീയവുമായ ചിന്തകളും പ്രവൃത്തികളും സൃഷ്ടിക്കുവാൻ ഹല്ലേലൂയ രാവും പകലും ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വചനം ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമോ പുകഴ്ചയുമായതും ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ അതെ തിരുനാമ മഹത്വത്തിനു വേണ്ടി സകലവിധ ദോഷവും വിട്ട് ആമേൻ ഹല്ലേലൂയ ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർത്ത് സ്വന്തം കാര്യം നോക്കി ഹല്ലേലൂയ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത്
ആമേൻ അഭിമാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ആമേൻ ഇന്ന് രാത്രി അതേ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്കുവാൻ, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശൈനമോഹങ്ങളിലുമല്ല, ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ഹല്ലേലൂയ. ആമേൻ. അതേ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആമേൻ ദൈവ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വ്യക്തികളെ, തലമുറകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, വിടുതലായി ഓരോ വ്യക്തികളെ ദൈവം ഉപയോഗിക്കണമേ. ദൈവനാമ മഹത്വത്തിനായി ഓരോ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ആരെങ്കിലും കണ്ണുനീരോടെ, ദുഃഖത്തോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമുണ്ട് ഇന്ന് രാത്രി എല്ലാവരെയും അവിടെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസ ഭോജന പ്രിയവരുടെ ഇടയിലും ഇരിക്കാതെ കണ്ട് ഹല്ലേലൂയ, അന്യായം ചെയ്യാതെ ഹല്ലേലൂയ, അങ്ങനെ ആയിരിക്കുന്നവർ ദൈവരാജ്യം, സ്വർഗ രാജ്യം അവകാശമാക്കുകയില്ലല്ലോ. ഹല്ലേലൂയ. ആരും വഞ്ചിതരാകാതെ, അതെ ദുർനടപ്പുകാരാകാതെ, വിഗ്രഹാരാധികളാകാതെ, വ്യഭിചാരികളാകാതെ, സ്വയം ഭോഗികളാകാതെ, പുരുഷഗാമികളാകാതെ, കള്ളന്മാരാകാതെ, അത്യാഗ്രഹികളാകാതെ, മദ്യവാന്മാരാകാതെ, വാവിഷ്ണക്കാരാകാതെ, പിടിച്ചു പറിക്കാരാകാതെ ഹല്ലേലൂയ ദൈവരാജ്യത്തിന് അവകാശികളായി ജീവിപ്പാൻ ഉയരത്തിലെ കൃപയാൽ, ഉയരത്തിലെ അഭിഷേകത്താൽ അവിടെ നിറച്ചു കൊള്ളണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ഹല്ലേലൂയ ആമേൻ എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും അതേ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിച്ച് ജീവിക്കുന്നവരായി ഓരോരുത്തരും മാറ്റപ്പെടട്ടെ കർത്താവേ. ഇന്ന് രാത്രി ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളും ആമേൻ ശാരീരികമായ ബലഹീനതകളെ വിട്ടുകൊണ്ട് വ്യക്തികളെ, കുടുംബങ്ങളെ, തലമുറകളെ ആമേൻ ബന്ധിക്കുന്ന വൈശാരിക പോരുകളെ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ക്ഷയമെടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൽ നേരെ പാലിച്ചില്ല, ദൈവത്താൽ ഞാൻ പതിവിച്ചാടിക്കടക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു കർത്താവേ ആ സ്വർഗീയ ആമേൻ ആ കാര്യങ്ങളിൽ അതെ ചിന്തകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ച് ഹല്ലേലൂയ ആ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് ഭാഗ്യവാന്മാരായി ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കും. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. ജഡത്തിന്റെ മോഹത്തെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവ പ്രവർത്തിക്കായി ജീവിപ്പാൻ ഹല്ലേലൂയ എപ്പോഴും പരമാർത്ഥവും വിശുദ്ധവും നല്ലതുമായ കാര്യങ്ങൾ ആമേൻ ഹല്ലേലൂയ അതേ സമയങ്ങൾ ചെലവഴിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കും. ഇന്ന് രാത്രി പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സ്വർഗ്ഗം അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി, എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും, കുടുംബങ്ങളെയും, അവരുടെ വിഷയങ്ങളെയും, തലമുറകളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയുള്ളവരായി എല്ലാവരെയും സഹായിക്കും. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കും, തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ കൊടുക്കും. ശുശ്രൂഷയിൽ ഉയർന്നു വരുവാൻ കഴിയാതെ വിവിധ നിലകളിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക മേഖലകൾ തകർന്നുകൊണ്ട് പൂർവാധിക ശക്തിയോടെ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ അങ്ങ് കണ്ടിരിക്കുന്ന, അങ്ങ് ആക്കിവെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ അവിടെ നിറച്ചാൽ അനുഗ്രഹിച്ചാൽ ഈ രാത്രി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരിക്കും. ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കൂടെയിരുന്ന് സുഖകരമായി നിദ്ര നൽകും. നല്ല ദർശനങ്ങൾ, ആലോചനകൾ, നേരിയ ശബ്ദങ്ങൾ ഒരിക്കൽ കൂടെ എല്ലാവരും സമർപ്പിക്കും. അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച് പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. ആമേൻ. അതേ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ശുഭരാത്രി. ഈ കൂട്ടായ്മയുടെ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഒരു ഭാവി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും. നിശ്ചയമായി അതിന്റെ പ്രതിഫലം വീതിക്കുമ്പോൾ അത് കൈനീട്ട് വാങ്ങുവാൻ നാം യോഗ്യരാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ്.